പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടൻ തന്നെ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. സംഘടനയെ മുന്നോട്ട് നയിച്ചത് നമ്മുടെ ഒത്തിരിയേറെ പേർ അതിനുവേണ്ടി തീക്ഷ്ണമായ പ്രയത്നങ്ങൾ നയിച്ചിട്ടാണ് ഈ സംഘടന 23ാമത്തെ വാർഷികം ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ നമ്മൾക്ക് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിലുള്ള സമയമാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ കലാപരിപാടികളിലേക്ക് കടക്കും. ഈ അവസരത്തിൽ 23ാമത് വാർഷികത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, നമ്മുടെ അധ്യക്ഷൻ, നമുക്കറിയാം ഡോംബോലിയിലെ സാംസ്കാരിക മേഖലയിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തനിമയുടെ പ്രസിഡന്റ് ശ്രീ ബിജു രാജൻ. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈകളോടി നമ്മുടെ അധ്യക്ഷൻ ബിജു രാജനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി അത് മറ്റാരുമല്ല, നമ്മളിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട ശ്വേത വാര്യരാണ്. ശ്വേത മുംബൈ മലയാളികളുടെ ഏറ്റവും അഭിമാനമാണ്, കേരള ജനതയുടെ അഭിമാനമാണ്. നാട്യകലയുടെ മലയാളി തനിമ മുംബൈ മലയാളികളുടെ ഈ മഹാനഗരത്തിൽ വാനോളം ഉയർത്തിയ ശ്വേത വാര്യരെ, അതിലെ കലാകാരിയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടികൾ. അഭി ദൂസരാ കോൺ നഹീ ഹൈ, अपने कॉर्पोरेटर अपना गजानन सेठ को अभी आभार मानता हूं. अभी अपना कॉर्पोरेटर बन के अपना साथ में आया गजानन सेठ को, गजानन पटेल सर को, तुम सबके साथ हम सहर्ष आपको स्वागत करते हैं. നമ്മുടെ തനിമ സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി ശകുന്തള രവീന്ദ്രനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തനിമ സാംസ്കാരിക വേദിയുടെ ട്രഷറർ ശ്രീ മനോജ് ശ്രീധരനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം വൈസ് പ്രസിഡന്റ് ജോർജ് ബോസ്, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. നമ്മുടെ ജോയിന്റ് സെക്രട്ടറിമാരായിരിക്കുന്ന ദിവ്യ നമ്പാർ ആൻഡ് മനോജ് ഐജിയെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ അധ്യക്ഷൻ ശ്രീ ബിജു രാജനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട പാണ്ഡ്യ അണ്ണനെ കൂടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന തനിമയുടെ 23ാമത് വാർഷികാഘോഷങ്ങൾ ഏറ്റവും പ്രൗഢമനോഹരമായിട്ട് ഇവിടെ നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഡോംബോലിയിലാണേലും ബോംബെയിലാണേലും എല്ലാം പോയി നമ്മൾ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. പക്ഷെ നമ്മൾ തിരിച്ച് നാട്ടിൽ പോയി നമ്മുടെ അമ്മയുണ്ടാക്കി തന്ന മനോഹരമായ ആ ഒരു രുചിയോടുകൂടി ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷവും ഒരു തൃപ്തിയും ഒക്കെ ഉണ്ട്. നമ്മൾ തനിമയുടെ ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്ക് കിട്ടുന്നതും അത് തന്നെയാണ്. നമുക്ക് ഒരുപാട് വേദികളും ഒരുപാട് പരിപാടികളും ഒരുപാട് എൻ്റർടൈൻമെൻറ്റും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ പാരമ്പര്യവും നമ്മുടെ ആ പഴമയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു പഴയ ഓർമ്മകളുടെ ഒരു പ്രവാസ നാട്ടിൽ പഴയ ഓർമ്മകളുടെ ഒരു എന്താ പറയുക ഒരു പുനർജീവിപ്പിക്കൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന നിമിഷങ്ങളാണ് തനിമയുടെ ഓരോ പരിപാടികളിലും നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ തനിമയുടെ ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ നമുക്കറിയാം. നമ്മുടെ ഓണാഘോഷത്തിന് വന്നിരുന്ന ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ ആളുകൾ നമ്മുടെ ഓണാഘോഷത്തിനുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്പോർട്സ് ഡേ നടത്തി. സ്പോർട്സ് ഡേക്കാണെങ്കിൽ രാവിലെ 9:30 തുടങ്ങി ഉച്ചയാകുമ്പോൾ അവസാനിപ്പിക്കാമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ രാത്രി അവസാനം നമുക്ക് ഫ്ലഡ് ലൈറ്റ് വെളിച്ചത്തിൽ നമ്മുടെ മത്സരങ്ങൾ നടത്തേണ്ടി വന്നു. അത്രത്തോളം ആളുകൾ തനിമയെ സ്നേഹിക്കുന്നു, നമ്മുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇന്നാണെങ്കിൽ തന്നെ ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ശ്വേത വാര്യർ, നമ്മൾ നമ്മുടെ മുൻ പരിപാടികളിലും നമ്മൾ
ശ്വേതയെ നമ്മുടെ ഗസ്റ്റായി കിട്ടുമോ എന്ന് പലതവണ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു ടൈറ്റ് ഷെഡ്യൂൾ കാരണം നമുക്ക് ഒരിക്കലും അതിന് സാധിച്ചിട്ടില്ല. നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയാം, ഇന്നലെ ആയിരുന്നു അവരുടെ ആനുവൽ ഡേയും. അപ്പൊ അതിനുവേണ്ടി ഈ തിരക്കേറിയ ഷെഡ്യൂളിനിടയിൽ ഇവിടെ വന്ന ഈ ഒരു സമയത്ത് കഴിഞ്ഞ ദിവസം വാര്യർ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്വേത വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തനിമയുടെ ആനുവൽ ഡേ ആണ് വരുന്നത്, നമ്മുടെ പരിപാടിക്ക് വരാനുള്ള സമയം കിട്ടുമോ? അവർ ഇത്രത്തോളം തിരക്കുള്ള ഒരു ഷെഡ്യൂളുള്ള ഒരു നർത്തകിയാണ്, ഇപ്പോൾ ഒരു സിനിമാ നടിയാണ്, ഒരുപാട് ടെലിവിഷൻ ഷോകളിൽ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും അവരുടെ ആ ഒരു എളിമയാണ് നമ്മുടെ ഈ ഒരു അവരുടെ സ്വന്തം നാട്ടിലുള്ള ഒരു സംഘടനയുടെ ഈ പരിപാടിയിൽ അതിഥിയായി ഇവിടെ വരാൻ. അതും അവർ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കുടുംബസമേതം അച്ഛൻ, അമ്മ, ചേട്ടൻ, ബ്രദറിന്റെ വൈഫ്, അവർ കുടുംബസമേതം ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചീഫ് ഗസ്റ്റായി ഇവിടെ വന്നിട്ടുള്ള ശ്വേത വാര്യരെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ശ്വേത. Now I have to welcome our corporator Gajanan sir. If I talk about Gajanan sir, he is a best example for a social worker. All of you know, if you have any need, you can directly approach him. कुछ भी चाहिए आप लोग गजानन सर का ऑफिस में जा सकते हैं, अपना कुछ भी काम हो. मैं अभी अपना ओणम के बारे में बात किया. हमारा ओणम फेस्टिवल बारिश का बीच में था, तो हमारा इधर एक 100 लेडीज का मेगा तिरुवादिरा हम लोग कंडक्ट किया, लेकिन इधर मेगा तिरुवादिरा के लिए जगह नहीं था. तो हम लोग सोचा अभी क्या करेगा, बारिश हो रहा है. तो हम लोगों ने ऐसे डिसाइड किया ठीक है गजानन सेठ के पास जाते हैं, उनके पास कुछ तो रहेगा. तो गया, उन्होंने बोला जो अपना अय्यप्पा पूजा वगैरह करते हैं उनका जो विथ रूफिंग जो था वो हॉल, उन्होंने बोला वो कुछ भी बोला नहीं, अरे आप लोग को चाहिए तो वो यूज करो, नहीं तो नवरात्रि के लिए जो मंडप वगैरह बनाया था आप, बारिश नहीं है तो वो यूज करो. ऐसे अपना कुछ भी काम के लिए आप अपन उनके पास जाएगा, कभी नो नहीं बोलते. दैट इज व्हाट आई एम सेइंग, ही इज द बेस्ट एग्जांपल फॉर ए सोशल वर्कर. सो अभी अपना एनुअल डे के लिए उनको अपना गेस्ट ऑफ ऑनर करके अपने इनवाइट किया. उन्होंने कभी ना नहीं बोलते, ऐसे इसके लिए भी ना नहीं बोला ओके आई विल कम. तो हम लोगों ने जाके इनवाइट किया. ही केम हियर. गजानन सर, थैंक यू वेरी मच फॉर कमिंग हियर. वेलकम टू दिस प्रोग्राम. അടുത്തതായി നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ നൃത്തം അവതരിപ്പിച്ച നമ്മുടെ നൃത്ത സ്കൂളിലെ കുട്ടികൾ, അവരെയും അവരുടെ മാതാപിതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ തനിമയുടെ പരിപാടികൾ ഇത്രയും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി സഹകരിക്കുന്ന തനിമയുടെ ഓഫീസ് ബെയറേഴ്സ്, നമ്മുടെ ഗവേണിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് തനിമയുടെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിനായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തിരക്കേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും തനിമ സാംസ്കാരിക വേദിയുടെ ഭരണസമിതിയുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് പ്രസിഡന്റ് ബിജുരാജൻ. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനും നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റായിട്ട് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്വേത വാര്യരെ ആദരിക്കുന്നതിനായി നമ്മുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ 3 പേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു മൊമെന്റ് നൽകുന്നതിനായി പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു ബൊക്കെ നൽകി ആദരിക്കുന്നതിനായി നമ്മുടെ ട്രഷററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് കൊടുക്കും.
പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശകുന്തള ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായിരിക്കുന്ന ശ്വേത വാര്യർ ഈ സമയം 2 മിനിറ്റ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ശ്വേതയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ന്യൂ ആണ്. ഞാൻ എപ്പോഴും ഇതേപോലത്തെ ഇവൻറ്റ്സിൽ വന്ന് ചെറുപ്പം മുതൽ ഡാൻസാണ് കളിച്ചേക്കണേ. എവിടെ ഇരുന്ന് എനിക്ക് പൊന്നാടൊന്നും അങ്ങനെയൊന്നും ശീലമില്ല എനിക്ക്. വളരെയധികം സന്തോഷമുണ്ട് എനിക്കിവിടെ എത്തിച്ചേരാൻ പറ്റിയതിന്. തനിമയുടെ എല്ലാ ഓർഗനൈസേഴ്സിനും താങ്ക് യു എന്നെ ഇവിടെ വിളിച്ചതിന്. ഇതിനു മുമ്പും ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് എത്താൻ, പക്ഷേ എൻ്റെ സിറ്റുവേഷൻസും വർക്കും കാരണം വരാൻ പറ്റിയിട്ടില്ല. ഇന്ന് താങ്ക്ഫുള്ളി എല്ലാം ടൈം ലൈനായി എനിക്കിവിടെ എത്താൻ പറ്റി. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് ഈ സ്റ്റേജൊക്കെ, ഈ പെർഫോമൻസ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ഇത്രയും പെർഫോമൻസസ് കണ്ടു. വെരി നൊസ്റ്റാൾജിക്. ബിക്കോസ് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വളർന്നതും വലിയ സ്റ്റേജുകളിൽ എത്തിയതും. പിന്നെ അവിടെ നിങ്ങൾ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തതും ഫൈനലിസ്റ്റ് ആക്കിയതും. ഐ വാസ് ദ ഓൺലി ഫീമെയിൽ കണ്ടസ്റ്റൻറ്റ് ഇൻ ഇന്ത്യാസ് ബെസ്റ്റ് ഡാൻസർ. അതെൻ്റെ മാത്രം കഴിവല്ല, നിങ്ങൾ എന്നെ വോട്ട് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും കാരണം മാത്രമാണ്. പിന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ആക്ടിങ്ങിലും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവി ആൻഡ് അതും മലയാളം മൂവി തന്നെയാണ്. മെരി ബോയ്സ് എന്നാണ് മൂവിയുടെ പേര്. റിലീസാവണത് മെയ്യിലാണ്. മാജിക് ഫ്രെയിംസ് എന്നുള്ള വലിയ പ്രൊഡക്ഷൻ്റെ അണ്ടറിൽ തന്നെ എനിക്ക് ഫസ്റ്റ് മൂവി ചെയ്യാൻ പറ്റിയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ റിലീസാവുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് അത്രയും തന്നെ അതിൽ കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. മെയിലായിരിക്കും റിലീസ് വൺസ് അഗൈൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. ഇറ്റ്സ് ബീൻ എ റിയലി ഗ്രേറ്റ് एक्सपीरियंस. थैंक यू. थैंक यू वेरी मच श्वेता. गजान सेठ पूछ रहे, मेरे को कुछ समझ में नहीं आया. गजान सेठ ये हमारा केरला वाला है, अपना पलावा वाला है. इन्होंने जो डांस कंपटीशन में पूरा मुंबई में, पूरा महाराष्ट्र में इतना बड़ा परफॉर्मेंस करके पूरा महाराष्ट्रियंस को और हमारा केरला वाला के लिए इतना बड़ा ये करके दिया है. इसके लिए शी इज अ सिनेमा आर्टिस्ट ऑल्सो. सो शी इज today's our chief guest, that is Shweta Warrior. Thank you Shweta again. And now at this time നമ്മുടെ corporator, our corporator, as our president said, anytime we can approach to a person that is no one else, it is our Gajanan Patil. We all call him Gajanan Seth with love, with our heart. Sir, we thank you for coming here. Your blessing is always a blessing to all of us. Thank you very much for your. Now we will, our president and secretary and treasurer will give a memento and bouquet and shawl to our corporator, our own corporator, Gajanan Seth. നമ്മുടെ സെക്രട്ടറി ഒരു ബൊക്കെ നൽകി ആദരിക്കുന്നു. And our treasurer Manoj Sridhar will give a shawl to our corporator. നമ്മുടെ കോർപ്പറേറ്ററിന്റെ our corporator's wife, our own Pooja madam is here. Welcome madam. Tanima is welcoming you madam. Thank you for coming here. നമ്മുടെ president will give a bouquet to Pooja madam. Thank you Pooja madam for coming and blessing this event. Now I request our own corporator Gajanan sir to give our joint secretary
Vidya will give a shawl to Pooja Madam. Now I request our corporator to give a sweet words to our Tanyama members. Sir, please welcome. यहाँ पे उपस्थित सभी मान्यवर और मेरे सब भाई बहनों, अभी इन्होंने कुछ वर्ड्स हिंदी में बोले, वो मुझे आ गए समझ में, लेकिन बाकी जो भी चल रहा था फिर सब ऊपर से जा रहा था तो ठीक है, कोई बात नहीं। थानिमा संस्कारिका वेदी ट्रस्ट जो ये प्रोग्राम अरेंज किया है, ये ऐसे प्रोग्राम होना ज़रूरी है। आप ऐसे करते रहिए, हम हमेशा आपको हमारी तरफ से जिस चीज़ की ज़रूरत रहेगी हम हमेशा आपके लिए हाजिर रहेंगे। जैसे कि अभी इन्होंने बताया, एक बारिश के दिनों में कुछ प्रोग्राम था, अभी मुझे याद है नवरात्रि का पूजा चल रहा था, तभी एक मैडम जी आई थी मेरे पास और उन्होंने बोला था क्या हमारा वो डांस का प्रोग्राम है, शायद डांस में बहुत आपको इंटरेस्ट है, अभी भी डांस का ही है, उस दिन भी डांस का ही प्रोग्राम था। अच्छा है, ये ऐसा होना चाहिए। डांस में भी अपना बॉडी का एक्सरसाइज होते रहता है और किसी न किसी तरह अपना बॉडी का एक्सरसाइज करना ज़रूरी है। तो मैं और कुछ ज़्यादा बोलना नहीं चाहता, आप ऐसे ही एक साथ जुड़े रहिए और आप थानेमा संस्कारिका ट्रस्ट के लिए हो या आप किसी भी कुछ भी आपका कुछ पर्सनल काम हो, कभी भी आप आइए। अपना कालूबाई चौक में ऑफिस है, हमेशा आप सभी के लिए खुला रहेगा। आप सभी की जो भी सेवा हमारी तरफ से हो सके उसके लिए हम लोग हमेशा हाजिर रहेंगे। और मैं आप तो सभी को और एक बार थैंक्स बोलना चाहता हूँ कि अभी जो इलेक्शन हुए, पलावाल ओडा एवन से मैं इलेक्शन लड़ रहा था कॉरपोरेटर के लिए, आप सभी के आशीर्वाद से पूरे कल्याण डोंबिवली म्यूनसिपल कॉरपोरेशन में सबसे ज़्यादा वोट आप सभी के वजह से मुझे मिले, आप सभी ने दिए। और अपने लोडा हेवन से 75% वोट मुझे आपने दिए, इसलिए आप सभी को मैं थैंक्स बोलना चाहता हूँ। आपने मुझ पे जो विश्वास रखा है, ये कभी भी विश्वास आपका मैं ऐसे ही बना रखूँगा, इसके लिए हर बार कोशिश करते रहूँगा। आपने हमें यहाँ पे बुलाया, हमारा जो मान सम्मान किया, इसलिए आप सभी को मैं धन्यवाद देता हूँ। थैंक यू वेरी मच। जय हिंद, जय महाराष्ट्र। Thank you, Gajan sir, for your sweet words. Sir, at this moment, we will be giving a token of love to two of our members of Tanima who were promoting our Malayalam language. Like, we love Maratha language because we always try to learn Marathi also. Likewise, here our children, they also try to learn Malayalam. At this moment, our two of our members who tried their level best to teach our small kids to learn Malayalam. So I request Gajan said to give a shawl and memento to Ashwati Sonu. I request Ashwati Sonu on the stage, and I request Gajan said to give that memento. And Ashwati Sonu and Bindu Manoj, please come on the stage, both of you. I request our chief guest, Shweta Warrior, to give memento to Bindu Manoj.
Thank you, Ashwini. Thank you, Bindu. At this moment, we will dissolve the stage. Thank you very much for blessing this event. Our chief guest, our guest of honor. Thank you all the office bearers. Thank you all. Thank you very much.